ഞാൻ പി അനിൽ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. ചങ്ങരോത്ത് പഞ്ചായത്തിൽ മാത്രം 200-ലേറെ പേർക്ക് രോഗബാധയുള്ളതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. രോഗത്തിന്റെ ഉറവിടം വ്യക്തമാകാത്തത് ജനങ്ങളിൽ ആശങ്ക ഉണർത്തുകയാണ്. ACV ന്യൂസ് ഫോളോ അപ്പ്. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ രോഗവ്യാപനം തടയാൻ നടപടികളുമായി ആരോഗ്യവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും രംഗത്തിറങ്ങി. രോഗവ്യാപനമുണ്ടായ പ്രദേശങ്ങളിൽ കിണറുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ ഉൾപ്പെടെ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജ്യൂസുകളും മറ്റു പാനീയങ്ങളും വിൽപ്പന നടത്തുന്ന കടകളിലും ആരോഗ്യവകുപ്പ് പരിശോധന ഊർജിതമാക്കി. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പിടിപെട്ട് ഒരു വിദ്യാർത്ഥിനി മരണപ്പെട്ടിരുന്നു. കുറ്റ്യാടി സ്വദേശിനിയായ 14-കാരിയാണ് മരണപ്പെട്ടത്. ജില്ലയിൽ നിരവധി പേർക്ക് അസുഖം പിടിപെട്ടിട്ടുമുണ്ട്. ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള കണക്ക് നോക്കിയാൽ 345 പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ കൊമ്മേരിയിലും വടക്കുംപാട്ട് സ്കൂളിൽ മാത്രം 200-ലേറെ കുട്ടികൾക്കാണ് രോഗം ബാധിച്ചത്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയത്. ഈ വിദ്യാലയത്തിലെ ഏകദേശം 150ഓളം വിദ്യാർത്ഥികൾക്കാണ് മഞ്ഞപ്പിത്ത രോഗബാധ ഉണ്ടായത്. രോഗബാധയുടെ ഉറവിടം ഇതുവരെ ലഭ്യമായിട്ടില്ല. സ്കൂളിലെ കുടിവെള്ള സ്രോതസ്സുകളായ കിണറും അതുപോലെ വാട്ടർ പ്യൂരിഫയറും ഒക്കെ തന്നെ പരിശോധിച്ചതിൽ രോഗവിമുക്തമാണെന്നും അത്തരം അണുക്കളൊന്നും തന്നെ ഇല്ല എന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. സമീപപ്രദേശത്തെ കടകളിൽ നിന്നാകാം എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റ് കൂടുതൽ അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് വന്നതാണ് മഞ്ഞപ്പിത്തം പറയുന്നത്. പഞ്ചായത്ത്, ഹെൽത്ത് എല്ലാ ആൾക്കാരും വളരെ ശക്തമായിട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ജനങ്ങളും ജാഗ്രത പുലർത്തേണ്ട അത്യാവശ്യമാണ്. അമിതമായ ക്ഷീണം, പനി, വയറുവേദന, ഛർദി എന്നിവയാണ് പ്രാരംഭ ലക്ഷണം. തിളപ്പിച്ചാർച്ച വെള്ളം മാത്രം കുടിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക, വ്യക്തിശുചിത്വം പാലിക്കുക എന്നിവയാണ് രോഗം പകരാതിരിക്കാനുള്ള പ്രധാന പോംവഴികൾ. ACV ന്യൂസ്, കോഴിക്കോട്.